അപ്പോൾ ഈ കിഡ്നി ഡാമേജ് വരുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ ട്രീറ്റ്മെന്റുകൾ കൊടുക്കാൻ പറ്റും? അപ്പോൾ ആദ്യം നമ്മൾ നോക്കണം എന്തൊക്കെയാണ് ഇവരൊക്കെ തകരാറ്. അപ്പോൾ ആദ്യത്തെ ഏർലി ലക്ഷണം എന്ന് വെച്ചാൽ ഈ വലിയ സിംറ്റംസ് ഒന്നും കാണൂല. ഇവർക്ക് തകരാറ് വരുന്ന സാധനം ഒരു 50% ഡാമേജൊക്കെ വന്ന ശേഷമാണ് ഇവർക്ക് ഡാമേജ് വരുന്നത്. അപ്പോൾ ആദ്യത്തെ കാണുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യം ചെയ്യുന്നത് ഈ മൂത്രത്തിൽ മൈക്രോ ആൽബുമിൻ അല്ലെങ്കിൽ ആൽബുമിൻ ചെറിയ അളവിൽ അത് നമ്മൾ നോക്കുകയാണെങ്കിൽ സാധാരണ ലാബുകളിലൊന്നും സാധാരണ നമ്മൾ നോക്കുന്ന മൂത്രത്തിൽ പ്രോട്ടീൻ കാരണം മൂത്രത്തിൽ പ്രോട്ടീൻ അംശം കൂടുമ്പോഴത്തേക്ക് സാധാരണ മൂത്രം പതയൊക്കെയാണ്. പക്ഷെ അതിന് മുമ്പേ തന്നെ ഇതൊന്നും സാധാരണ മൂത്രം പോകുന്ന ഒട്ടും ഫ്രോത്തിങ് ഒന്നും കാണില്ല. പക്ഷെ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ മൂത്രത്തിലെ മൈക്രോ ആൽബുമിൻ അതിൻ്റെ ലക്ഷണം അളവ് കൂടുതലാണെങ്കിൽ നമുക്ക് അപ്പോൾ സസ്പിഷൻ ഉണ്ട് ഇതൊരു ഭാവിയിൽ ഇത് കൂടുതൽ പ്രോട്ടീനുകളിലോട്ട് പോകും. അപ്പോൾ ആ ടൈമിൽ നമ്മൾ കൂടുതൽ ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യുക, മൈക്രോ ആൽബുമിൻ കുറയ്ക്കാൻ വേണ്ടിയുള്ള മരുന്നുകൾ, പിന്നെ ഷുഗർ കൺട്രോൾ, ബ്ലഡ് പ്രഷർ കൺട്രോൾ. ഇത് വെച്ച് തന്നെ നമുക്ക് മൈക്രോ ആൽബുമിൻ സ്റ്റേജ് വരുന്ന ആ ഏർലി ആൽബുമിൻ നമുക്ക് തീരെ റിവേർട്ട് നോർമലോട്ട് ആക്കാൻ സാധിച്ചേക്കും. അപ്പോൾ ഇത് കൺട്രോൾ ചെയ്യുവാണെങ്കിൽ പിന്നെ ഭാവിയിൽ പ്രോട്ടീൻ യൂറിയ വരാതിരിക്കാനുള്ള നമുക്ക് അല്പം കൂടി ടൈം ഗ്യാപ്പ് കിട്ടും. ഡാമേജ് വരാനുള്ള സാധ്യതകളും കുറഞ്ഞു കിട്ടും.